എല്ലാവർക്കും നമസ്കാരം. കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലേറ്ററൽസിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. പാരലലോഗ്രാംസ്, അതായത് റോംബസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് അല്ലേ. ഒരു റോംബസിന്റെ ഒരു സൈഡ്, റോംബസ് എന്ന് പറയുന്നത് 4 സൈഡും ഈക്വൽ ആണ്. അതിന്റെ ഒരു സൈഡിന്റെ നീളവും ഒരു ആംഗിളും തന്നാൽ എങ്ങനെ വരയ്ക്കും അതുവരെ നമ്മൾ പഠിച്ചു നിർത്തി. ഇനി ഒരു റോംബസിന്റെ സൈഡുകളും തരുന്നില്ല, ആംഗിളും ഒന്നും തരുന്നില്ല. അതിന് പകരം അതിന്റെ 2 ഡയഗണൽസിന്റെ നീളമാണ് തരുന്നതെങ്കിൽ എങ്ങനെ വരയ്ക്കും? അത് വളരെ സിമ്പിളാണ്. അതായത് ഡയഗണൽസ് 6 സെന്റിമീറ്റർ പിന്നെ 5 സെന്റിമീറ്റർ എന്ന് വിചാരിക്കും. ഇങ്ങനെ 2 മെഷേഴ്സ് ആണ് നമുക്ക് തന്നതെങ്കിൽ എങ്ങനെ വരയ്ക്കും? അപ്പൊ നമുക്ക് റോംബസിന്റെ ഡയഗണൽസിനെ കുറിച്ചിട്ട് എന്താണ് നമുക്കറിയാം? അത് രണ്ടും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് അല്ലേ. അപ്പൊ സുഖല്ലേ വരയ്ക്കാൻ? ആദ്യം നമ്മൾ 6 സെന്റിമീറ്റർ കൊണ്ട് വരയ്ക്കാൻ. 6 സെന്റിമീറ്റർ വരച്ചിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് സെന്ററിൽ കൂടെ കടന്നു പോവുകയും വേണം, 90 ഡിഗ്രി ഉണ്ടാവുകയും വേണം. അപ്പോഴാണ് അതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവുന്നുള്ളൂ. 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പെർപെൻഡിക്കുലർ ഒരു ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമുക്കറിയാം ഇല്ലേ. കോമ്പസ് എടുക്കുക, ഈ അറ്റത്ത് കുത്തുന്നു, പകുതിയേക്കാൾ അധികം ഇഷ്ടമുള്ള മെഷർ എടുക്കുക. ഇന്ന മെഷർ ഇങ്ങനെ സ്കെയിലിൽ വെച്ച് അളക്കൊന്നും വേണ്ട, നമുക്കൊരു ഉദ്ദേശം അറിയാലോ. ഇതിന്റെ പകുതിയേക്കാൾ അധികം എടുക്കുക, എന്നിട്ട് മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴെയും വരയ്ക്കുക. അതേ അളവിൽ ഒരു മാറ്റം വരുത്താണ്ട്. ഇങ്ങനത്തെ ഒക്കെ ലെസൺ പഠിക്കുമ്പോൾ കോമ്പസ് ടൈറ്റ് ആക്കണം എപ്പോഴും, ലൂസാകരുത്. ഈ എൻഡ് പോയിന്റിൽ കുത്തിയിട്ട് ഇതിലിങ്ങനെ തിരിച്ചിങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ്സ് തമ്മിൽ നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഇത് എന്തായിരിക്കും? ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. മനസ്സിലായില്ലേ? 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ കൃത്യം സെന്ററിൽ കൂടെ കടന്നു പോവുകയും ചെയ്യും. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3, ഇങ്ങനെ ആയിട്ടാണ് ഇത് 2 കട്ട് ചെയ്തിട്ട് പോയിരിക്കുന്നത്. ഇനി ഇത് അടുത്ത ഈ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന റോംബസിന്റെ ഒരു ഡയഗണലാണ്. രണ്ടാമത്തെ ഡയഗണലാണ് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത്. പക്ഷെ ആ രണ്ടാമത്തെ ഡയഗണൽ ഫുള്ളായോ? രണ്ടാമത്തെ ഡയഗണൽ 5 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ കറക്റ്റ് സെന്ററിൽ നിന്നും 2.5 ഇങ്ങോട്ടും ഉണ്ടായിരിക്കും, 2.5 താഴേക്കും ഉണ്ടായിരിക്കും അല്ലേ. രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ട് 5 സെന്റിമീറ്ററിന്റെയും സെന്ററിലൂടെയാണ് കടന്നുകൊണ്ടാവുക ഈ 6 സെന്റിമീറ്റർ ഡയഗണൽ. അപ്പോൾ കോമ്പസിൽ നമ്മൾ 2.5 നമ്മുടെ സ്കെയിലിൽ അളന്നെടുക്കുക. എന്നിട്ട് കറക്റ്റ് സെന്ററിൽ കുത്തിയിട്ട് 2.5 ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് പേര് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പേര് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ABCD എന്ന് പറയുന്ന നമ്മുടെ റോംബസിന്റെ പണി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ? ഇങ്ങനെ തരുമ്പോൾ സൈഡിന്റെ നീളവും അതും എളുപ്പം തന്നെ അല്ലേ. അതും ഈസിയാണ്, ഇതും ഈസിയാണ്, ഒന്നും ബുദ്ധിമുട്ടില്ല, ഒക്കെ എളുപ്പമാണ്. നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ എല്ലാം ഈസിയാണ്. അപ്പോൾ 2 ഡയഗണൽസ് തന്നിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി പേജ് നമ്പർ 118 നോക്കിയാൽ ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽസ് 5.5 സെന്റിമീറ്റേഴ്സ് ആൻഡ് 3 സെന്റിമീറ്റേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. 5.5 സെന്റിമീറ്റർ, 5.5 സെന്റിമീറ്റർ ആണ് സ്കെയിലിൽ അളന്ന് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. എന്ത് ചെയ്യണം? പകുതിയിലധികം കോമ്പസിൽ എടുത്തു, ഒരു ആർക്ക് ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു, അതിനെ കട്ട് ചെയ്തു കൊണ്ട് വേറെ വരച്ചു, ഈ 2 പോയിന്റ്സ് അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു സെന്ററിൽ കൂടെ ലൈൻ കടന്നുപോയി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇവിടെ നിന്നും എത്ര വീതം അങ്ങോട്ടുണ്ട് മുകളിലേക്കും താഴത്തേക്കും ഉണ്ടെന്ന് അറിയണം. അതിന് അടുത്ത ഡയഗണലിന്റെ ലെങ്ത് നോക്കിയാൽ മതി 3 സെന്റിമീറ്റർ.
അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എത്രയാണ് 1.5. അപ്പോൾ 1.5 മുകളിലേക്കും 1.5 താഴേക്കും വരാം. അപ്പോഴാണത് മൊത്തം 3 സെൻറ്റിമീറ്റർ ആവുക. അപ്പോൾ 1.5 നമ്മൾ കോമ്പസിലെടുത്തിട്ട് ഈ സെൻറ്ററിൽ കറക്റ്റ് കുത്തിയിട്ട് മുകളിൽ വരച്ചു, ഇവിടെ വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടേക്ക് 1.5, ഇവിടേക്ക് 1.5 കിട്ടി. അപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം 3 ആയില്ലേ. ഇനി ഇതിൽ നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചപ്പോൾ നമുക്ക് നമ്മുടെ റോംബസ് കിട്ടി. മനസ്സിലായി? മാർക്ക് ചെയ്യുക, പേരൊക്കെ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 5.5 സെൻറ്റിമീറ്റർ 3.5 സെൻറ്റിമീറ്റർ വീതം ഡയഗണൽസ് വരുന്ന ഒരു റോംബസ് വരയ്ക്കണം. 5.5 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്നൊരു ലൈൻ സെഗ്മെന്റ് വരച്ചു. അതായത് ആദ്യത്തെ ഡയഗണൽ. ഇനി എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. മുകളിലും പകുതിയിലധികം എടുത്ത് മുകളിലും താഴെ ആർക്ക് വരച്ച് അതിനെ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 3.5 സെൻറ്റിമീറ്റർ ആണ് അടുത്ത ഡയഗണൽ. അപ്പം 3.5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എത്ര വരും? 3.5യുടെ പകുതി എത്രയാണ്? 3.5 കിട്ടണമെങ്കിൽ 1.25 അല്ലേ? 1.75 പ്ലസ് 1.75 ആകുമ്പോഴാണ് 3.5 വരാം. അപ്പോൾ ഈ 1.25 കോമ്പസിൽ എടുത്തിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ, ഇവിടെ മാർക്ക് ചെയ്യാൻ. അതാണൊരു ബുദ്ധിമുട്ട്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് അതിപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കട്ടെ, 3.5 തന്നെ എടുത്തിട്ട് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം, വരയ്ക്കുക. അതേ അത്രയ്ക്ക് തന്നെ കോമ്പസിൽ എടുത്തിട്ട് 3.5 എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. 3.5 വീതമായ കഴിഞ്ഞാൽ മൊത്തം നീളം 7 ആയി. 3.5 7 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ഈ ഡയഗണലിൻ്റെ ലെങ്ത് അങ്ങനെ വരയ്ക്കാൻ പാടില്ല. ഇത് ഞാൻ പറയാം. 3.5 എടുത്തിട്ട് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി മിഡ് പോയിന്റ് കിട്ടാൻ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ കുത്തിയിട്ട് മൊത്തം 3.5 ആണിത്. അതിൻ്റെ പകുതിയിലധികം കോമ്പസിൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതന്നെ മാറ്റില്ലാണ്ട് ഇവിടെ ഇപ്പം നമ്മൾ 3.5 മാർക്ക് ചെയ്തില്ലേ ഈ പോയിന്റിൽ, അതിൽ കുത്തിയിട്ട് ഇവിടെ വരയ്ക്കുക, ഇവിടെ വരയ്ക്കുക. അതിനെ കൂട്ടി ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഇവിടെ നമുക്ക് പോയിന്റ് കിട്ടി. ഇത് 1.75 ആയിരിക്കും അല്ലേ? ഇവിടെ മുതൽ ഇവിടെ വരെ നമ്മൾ എത്രയെല്ലാം മാർക്ക് ചെയ്ത? 3.5ലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 3.5ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഇങ്ങനെ. അത് വരച്ചപ്പോൾ അത് ഏതിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക? 1.75 എന്ന ആ ലെങ്തിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ അവിടുത്തെ പോയിന്റ് കിട്ടി. അതുപോലെ തന്നെ ഇനി ഈ ഇവിടെ മുതൽ ഇവിടെ വരെ 3.5 ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ ഈ ഇതിൽ കുത്തുക, ഈ പോയിന്റിൽ കുത്തിയിട്ട് നമ്മൾ ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു, ഇതിൽ കുത്തി, ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു. എന്നിട്ട് നമ്മൾ നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടുത്തെ പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടേക്ക് 1.75 കിട്ടി, ഇവിടെ 1.75 കിട്ടി. എന്നിട്ട് ഇതിനെ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അപ്പം നമുക്ക് നമ്മുടെ 5.5ഉം 3.5 സെൻറ്റിമീറ്ററും വരുന്ന ഡയഗണലായിട്ട് വരുന്ന റോംബസ് നമ്മുടെ വരച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? നമ്മളങ്ങനെ റോംബസ് വരയ്ക്കാൻ പഠിച്ചു. ഇനി നമുക്ക് പാരലലോഗ്രാം നോക്കാം. പാരലലോഗ്രാമും റോംബസും തമ്മിൽ എന്താണ് വ്യത്യാസം? റോംബസ് എന്ന് പറയുമ്പോൾ 4 സൈഡ് ഈക്വൽ ആയിരിക്കും. പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ ഈക്വൽ ആയിരിക്കുള്ളൂ. അത്രേ ഉള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? അതായത് റോംബസ് എന്ന് പറയുമ്പോൾ 4 സൈഡ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതേസമയം പാരലോഗ്രാം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കും. അല്ലാണ്ട് 4 സൈഡും ഈക്വൽ ആയിരിക്കില്ല. അങ്ങനെയാണ് പാരലോഗ്രാം. അപ്പോൾ പാരലോഗ്രാം വരയ്ക്കാനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിളും തരികയാണെങ്കിൽ എങ്ങനെയാണ് പാരലോഗ്രാം വരയ്ക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ വരയ്ക്കാൻ പോകുന്ന പാരലോഗ്രാമിന് 2 സൈഡുകൾ 6 and 3 സെൻറ്റിമീറ്റേഴ്സ് വീതമാണ്. പിന്നെ അതിൻ്റെ ആ 2 സൈഡുകളുടെ ഇടയിലുള്ള ആംഗിൾ 50 ഡിഗ്രിയും ആണെങ്കിൽ എങ്ങനെ വരയ്ക്കും? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റഫ് ഫിഗർ വരയ്ക്കണം. അപ്പോൾ നമുക്ക് അറിയാം പാരലോഗ്രാമിൻ്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കുന്ന അറിയാം. ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ 50 ഡിഗ്രിയുമാണ്. ഇനി നമുക്ക് വരയ്ക്കാൻ നോക്കാം. അപ്പം വരയ്ക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം.
പാരലോഗ്രാമിനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് റീകളക്ട് ചെയ്യൂ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ. ഓക്കെ, പിന്നെന്താണ് പാരലോഗ്രാമിന്റെ ആംഗിളിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇത് 50 ഡിഗ്രി ആകുമ്പോൾ ഇത് 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇനി അഡ്ജസന്റ് ആംഗിൾസിന് എന്താണ് പ്രത്യേകത? ഈ രണ്ട് ആംഗിൾസ് അല്ലെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് അതിന്റെ പ്രത്യേകത എന്താണ്? അത് സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ആ രണ്ട് ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? 180 നിന്നും 50 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 130 ഡിഗ്രി. അപ്പോൾ ഇത് 130 ഡിഗ്രി ആയിരിക്കും. ഇത് 3 സെന്റിമീറ്റർ തന്നെയാണ് ഈ സൈഡ്, ഇത് 6 സെന്റിമീറ്റർ തന്നെയാണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 6 ആകുമ്പോൾ ഇത് 6, ഇത് 3 ആകുമ്പോൾ ഇത് 3. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. ആദ്യം തന്നെ നമ്മൾ 6 സെന്റിമീറ്റർ നീളത്തിലൊരു സൈഡ് വരച്ചു. 6 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി 50 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം സുഖല്ലേ? പ്രൊട്രാക്ടർ കൂടെ വെച്ചിട്ട് നമ്മൾ 50 ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനെ നീട്ടി വരച്ചു. അതേപോലെ തന്നെ പ്രൊട്രാക്ടർ നമ്മൾ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ എത്രയാ? 130 ഡിഗ്രിയാണ്. ആ 130 നമ്മൾ മാർക്ക് ചെയ്തു, അതും വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? കോമ്പസിൽ ഈ രണ്ട് സൈഡുകളുടെ നീളം എത്ര? ഇതാണ് 3 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ 3 സെന്റിമീറ്റർ കോമ്പസിൽ സ്കെയിൽ അളന്നിട്ട് എടുത്തിട്ട് ആ കോമ്പസ് ഈ പോയിന്റിൽ കുത്തിയിട്ട് 3 അടയാളപ്പെടുത്താം. ഈ പോയിന്റിൽ കുത്തിയിട്ട് 3 വരയ്ക്കുക. മനസ്സിലായി? അപ്പോൾ നമുക്ക് രണ്ട് ആർക്കുകൾ ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 പോയിന്റുകൾ കിട്ടി. ആ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി വളയാണ്ട് സ്കെയിൽ വെച്ച് യോജിപ്പിച്ചാൽ നമ്മുടെ പാരലോഗ്രാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ 50 ഡിഗ്രി, പിന്നെ ഇത് 3 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. അങ്ങനെ അതിൻ്റെ മെഷേഴ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ? അപ്പൊ ഇത്രയുള്ള പാരലോഗ്രാമിന്റെ 2 ഡയഗണൽസിന്റെ ലെങ്ത് ആണ് നമുക്ക് തന്നതെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? റോംബസിന്റെ 2 ഡയഗണൽസ് തന്നപ്പോൾ നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിരുന്നു. കാരണം അതിന് രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അതേസമയം പാരലോഗ്രാമിന് അങ്ങനെ പെർപെൻഡിക്കുലർ ആകണം എന്നൊരു നിർബന്ധവും ഇല്ല. രണ്ടും ബൈസെക്ട് ചെയ്യും. രണ്ടിൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ കൂടെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും 2 ഡയഗണൽസും കടന്നു പോകുക. പക്ഷെ അത് ഇടയിൽ ഏത് ആംഗിൾ വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് 2 ഡയഗണൽസിന്റെ ലെങ്ത് മാത്രം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരയ്ക്കാൻ പറ്റില്ല. 2 ഡയഗണൽസിന്റെ കിട്ടിയ വരയ്ക്കാം, നമുക്ക് ഇഷ്ടമുള്ളൊരു ആംഗിൾ എടുത്തിട്ട് വരയ്ക്കാം. അപ്പോൾ 2 ഡയഗണൽസിനോടൊപ്പം തന്നെ ഈ 2 ഡയഗണൽസിന്റെ ഇടയിൽ വരുന്ന ആംഗിളും കൂടി തരണം. അപ്പോഴാണ് പാരലലോഗ്രാം വരയ്ക്കാനുള്ളത്. അത് ഓർത്ത് വെക്കുക. റോംബസ് ആകുമ്പോൾ ആംഗിളൊന്നും തരണ്ട, 2 ഡയഗണൽസിന്റെ ലെങ്ത് മാത്രം കിട്ടിയാൽ മതി. കാരണം ആംഗിൾ അതിൻ്റെ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതേസമയം പാരലലോഗ്രാം ആകുമ്പോൾ ഏത് ആംഗിൾ വേണമെങ്കിലും ആവാം. അപ്പം ഇവിടെ ഇപ്പം നമുക്കൊരു 2 ഡയഗണൽസ് 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ 30 ഡിഗ്രി. ഇത്രയും തന്നാൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ലേ? അപ്പം ആദ്യം നമുക്ക് 6 സെന്റിമീറ്റർ നീളത്തിൽ വരുന്ന ഡയഗണൽ വരച്ചു. പിന്നെ എൻ്റെ സെൻറ്ററിൽ എന്ത് വരും? 4 സെന്റിമീറ്റർ നീളമുള്ളത്. 30 ഡിഗ്രി ആണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ. അതുകൊണ്ടൊന്ന് ചെരിച്ചിട്ട് നമുക്ക് റഫ് ഫിഗർ ആയാലും ഇങ്ങനെ ചെരിച്ചിട്ട് നമ്മൾ 4 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് പാരലോഗ്രാം കിട്ടി. മനസ്സിലായില്ലേ? ഇവിടെ 6 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇവിടെ 30 ഡിഗ്രിയും വരും. മനസ്സിലായോ? അപ്പം ഇത് നമുക്കിനി ശരിക്കും വരയ്ക്കാം. എന്തായാലും തന്നെ നമ്മൾ 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഡയഗണൽ ആദ്യം സ്കെയിൽ വെച്ച് വരച്ചു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ എന്ത് ചെയ്യും? നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് വരച്ചതിൻ്റെ ഒപ്പം തന്നെ സ്കെയിൽ അവിടെ തന്നെ വെച്ചിട്ട് എനക്കാണ്ട് 6ന്റെ ഹാഫ് എത്ര വരും? 3 സെന്റിമീറ്റർ ആണ് വരാം. അപ്പോൾ ആ 3 എവിടെയാണോ ആ പോയിന്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് കിട്ടി. ഇനി ഈ മിഡ് പോയിന്റ് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ എത്രയാണ് അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ? 30 ഡിഗ്രിയാണ്. അപ്പോൾ ആ 30 മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളതിങ്ങനെ വരച്ചു, നീട്ടി വരച്ചു. ഇനി ഇത് ഇങ്ങോട്ട് 2ഉം ഇങ്ങോട്ട് 2ഉം വരണം അല്ലേ? കാരണം മൊത്തം 4 സെന്റിമീറ്റർ ആണ് ആ ഡയഗണലിൻ്റെ ലെങ്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമ്പസിൽ
2 സെന്റിമീറ്റർ എടുത്തിട്ട് ഈ സെന്ററിൽ കുത്തിയിട്ട് 2 ഇവിടേക്ക് മാർക്ക് ചെയ്യും, തിരിച്ചു വെച്ചിട്ട് ഇങ്ങോട്ടും മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റ് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചു. അങ്ങനെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് പാരലോഗ്രാം കിട്ടി. ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 30 ഡിഗ്രി ആണ്. ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ് നന്നായി മനസ്സിലായല്ലോ. നന്നായി വരച്ചു പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.